രുചിയുണ്ടോ? അടിപൊളി. നമ്മൾ തന്നെ ഉണ്ടാക്കട്ടെ, നമ്മൾ തന്നെ അടിപൊളി. പക്ഷെ ശരിക്കും അടിപൊളി. ഇന്നൊരു ചട്ടിച്ചോറ് എടുത്താലോ? സൺഡേ ഒക്കെ അല്ലേ? എടുക്കാം. ഒത്തിരി ഐറ്റം ഒന്നും വേണ്ട, കുറച്ച് ഐറ്റം ഒക്കെ വെച്ചിട്ടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, അതെ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ചട്ടിച്ചോറ് എടുക്കാം. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു കലാസ് ഫുഡ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ചട്ടിച്ചോറാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളത് ഞങ്ങൾ ആദ്യം ഡിസൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഫുൾ വീഡിയോ കാണാൻ മറക്കരുത്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, അത് ലാസ്റ്റ് മാത്രമേ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഫുള്ള് കാണണേ. ഞങ്ങൾ ഒത്തിരി സാധനങ്ങൾ വെച്ചിട്ട് ഇന്ന് തന്നെ ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ മീൻകറിയും ചിക്കൻ കറിയും ഇന്നലത്തെയാണ്. പക്ഷേ അപ്പം നമ്മൾ വിചാരിച്ചു അത്ര സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചട്ടിച്ചോറിന്റെ ജോലിയിലേക്ക് കടക്കാം നമുക്ക്. ഓക്കെ, അപ്പം നമുക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം എടുക്കാം. ബാക്കി കുറച്ച് സാധനങ്ങൾ ചൂടാക്കി എടുക്കാനും ഒക്കെ ഉണ്ട്. അതൊന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? നമ്മൾ റെസിപ്പീസ് എല്ലാം ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ആവശ്യമുള്ളവർക്ക് കയറി കാണാം. അപ്പം ഞങ്ങളിത് ജസ്റ്റ് ഒന്ന് പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അതെല്ലാം കൂടെ വെച്ച് കാണിച്ച് കഴിച്ചു നോക്കാം അല്ലേ? കഴിച്ചു നോക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ? സിനിമയൊക്കെ ആളുകൾ ഓടുന്നു. അപ്പൊ ചോദിക്കുന്ന ആളുകൾ ഇതെന്തിനാ ആളുകൾ ഓടുന്നത്? എന്തിനാ ഓടുന്നു? സിനിമ കഴിഞ്ഞാൽ കുറെ എണ്ണങ്ങൾ എന്നിട്ട് ഓടുന്നുണ്ട്. പേടിച്ചിട്ടാണോ? പക്ഷെ അത് വലിയ വിവാദമായി വിഷയം. എന്താ പറയാ, ചെയ്തിട്ടില്ല. ഇത് ദുർമന്ത്രവാദം. അങ്ങോട്ട് ദുർമന്ത്രവാദിയായിട്ട് 3 പേർക്ക് ഈ വർഷത്തെ മറ്റേ ആളാരാണെന്ന് തോന്നുന്നു. മറ്റേ ഹരിശേഷവന്റെ മോന് അഭിനേശ്വരൻ, 2. പിന്നെ ഇനി ഒരാളുണ്ട്. 3 പേർക്ക് സ്റ്റേറ്റ് പറഞ്ഞു. പ്രേമലും നല്ല സിനിമ. അപ്പൊ ഞങ്ങളിതാ എല്ലാം റെഡിയാക്കി പുറത്ത് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞങ്ങൾ പുറത്തിരുന്ന് ചെയ്തോണ്ട് വിചാരിച്ചു നമുക്ക് ഇവിടെ തന്നെ വെച്ച് ജസ്റ്റ് എല്ലാം സെറ്റ് ചെയ്യാന്ന്. അപ്പൊ ഇരിക്കുന്ന സ്ഥലം ഇച്ചിരി താഴ്ന്നിരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ കസേരയൊക്കെ ഇട്ട് ടേബിളൊക്കെ വെച്ച് ടേബിളിന്റെ മുകളിൽ ഫുൾ സാധനങ്ങളൊക്കെ വെച്ച് ഇവിടെ ഇരുന്നത് ചുമ്മാ അത് സെറ്റ് ചെയ്ത് ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാൻ വിചാരിച്ചല്ലേ. ചില വീഡിയോസിലൊക്കെ കാണാമല്ലോ അമ്മേ, ഓരോരുത്തർ പുറത്ത് പോയി ഉണ്ടാക്കിയൊക്കെ കഴിക്കുന്നത് അല്ലേ? നമുക്ക് ഇനി അങ്ങനെ ഒരു വീഡിയോ എടുക്കണം, എവിടെയെങ്കിലും പോയി ഇരുന്നൊക്കെ. പിന്നെ അങ്ങനെ ഒരു ടൈം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുക്കാത്തത്. അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ ആയപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് സമയമൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഒരു ചട്ടിച്ചോറൊക്കെ എടുക്കാമെന്നുള്ളത്. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയൊക്കെ എടുത്ത് നോക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. ചുമ്മാ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് കഴിക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ നമുക്കിനി കറികൾ ഓരോന്നായിട്ട് കാണാം. ബാ. ഇത് ചക്കക്കുരു മെഴുക്ക് വരട്ടി. ഓക്കെ. ചമ്മന്തി, തോരൻ, ക്യാബേജ് തോരൻ, ഓംലെറ്റ്, മുട്ട ഓംലെറ്റ്. ഓക്കെ. അത് മീൻകറിയാണ്. ഇന്നലത്തെ മീൻകറി. അല്ലെങ്കിൽ ഇന്നലത്തെ മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ചിക്കൻ കറി. ഇത് ഇന്നലത്തെയാണ്, ഞങ്ങൾ ചൂടാക്കി എടുത്താണ്. 2 കറി, മീൻകറി ഇതും ഇന്നലത്തെ. അതെ. ഏത്തക്ക പച്ചടി. പച്ചടി, ഏത്തപ്പഴം പച്ചടി. ഏത്തക്ക അല്ല, ഏത്തപ്പഴം. അതെ. അടുത്തത് വരട്ടെ. ഇത് ഫിഷ് പൊരിച്ചത്. ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി. അതാണ് ചക്ക അവിയൽ. ചക്ക ഇപ്പൊ ഉള്ളതുകൊണ്ടേ, ചക്ക കൊണ്ടാണ് വിഭവങ്ങൾ കൂടുതൽ. ചക്ക അവിയൽ. അപ്പൊ ഇതാ ഞങ്ങള് ഈ ചട്ടിയിലാണ് എടുക്കുന്നത്. നമ്മള് നേരത്തെ ഒരു ചട്ടിച്ചോറിന്റെ എടുത്തപ്പോ നമ്മൾ മറ്റേ നമ്മുടെ ബ്ലാക്ക് കളർ ആ ചട്ടിയിലാണ്. ഇത് നമ്മള് പുതിയ, അതെ, കാതുള്ള ചട്ടി. പക്ഷെ ഇത് കൊള്ളാല്ലേ, നല്ല ക്യൂട്ടായിട്ടുണ്ട്, നല്ല പാകത്തിനുള്ള നല്ല ചട്ടിയാണ്. അപ്പൊ നമുക്ക് ഈ ചട്ടിയിലെടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് ചോറ് വേണം പാമേ. മതിയല്ലോ. മതി. ഇങ്ങനെ പരത്തി അങ്ങോട്ട് വെച്ചു. സാമ്പാർ ഒഴിക്കുന്നു. മതി. തോരൻ വയ്ക്കാം. അടുത്ത നമുക്ക് ചക്ക അവിയൽ വെക്കാമേ. ഇപ്പൊ ചക്കയുടെ സമയം തുടങ്ങി. ഇത് വരിക്ക ചക്കയാണ്. ഞങ്ങൾക്ക് കുറച്ച് നല്ല വരിക്ക ചക്ക ഉണ്ട്. വരിക്ക വെച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്, കൂഴേക്കാളുമേ.
ചിക്കൻ കറി നമ്മൾ ഈ കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടോ അല്ലേ? നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ, സിമ്പിൾ ആയിട്ട് ചെയ്യാം. ചിക്കൻ്റെ നമ്മള് 3-4 ടൈപ്പ് റെസിപ്പികൾ. അതെ. അപ്പം ചിക്കൻ കറിയായി. ഇതിങ്ങനെ നമ്മൾ പ്ലേറ്റിലെടുത്ത് കഴിക്കുന്നതിനേക്കാളും ഈ ചട്ടിക്കകത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ ചട്ടിക്കകത്തിട്ടേ കഞ്ഞിയും പഴങ്കഞ്ഞിയും ചക്കയൊക്കെ ഇളക്കി തൈരൊക്കെ ഒഴിച്ച് ഇളക്കി കഴിക്കും. ചാളയാണ് മീൻകറി. ചാള മീൻ അല്ലേ? ചാള മീൻ. മുരിങ്ങയ്ക്ക ഇട്ടിട്ടുണ്ട്. മുരിങ്ങയ്ക്ക ഇട്ടായിരുന്നു. അത് കൊള്ളാം. മുരിങ്ങയ്ക്ക എപ്പോഴൊന്നും കിട്ടത്തില്ലല്ലോ. ഇത് നല്ല മധുരമുള്ള ഏത്തപ്പഴം പച്ചടിയാണ്. അത് കുഞ്ഞിനെ ഇഷ്ടപ്പെടും. അതെ, കുഞ്ഞിന് ഇതാ കുഞ്ഞു ചട്ടിയിൽ തരാം കേട്ടോ. കുഞ്ഞട്ടി തരാം. അപ്പൊ അതാ ഏത്തപ്പഴം പച്ചടി നമ്മൾ വെച്ചു. ചമ്മന്തി, അമ്മയുടെ സ്പെഷ്യൽ ഇഞ്ചിക്കറി കഴിഞ്ഞല്ലോ. ഇനി ഒരു സാധനം ഓംലെറ്റും കൂടെ ഉള്ളൂ. ഉണ്ട്, മീൻ പൊരിച്ചതുണ്ട്. മീൻ പൊരിച്ചതുണ്ട്. അത് ഇവിടെ വെക്കാം. ഇതാ വെക്കുന്നു മത്തി ഫ്രൈ. ഇനി നമ്മുടെ ലാസ്റ്റ് സാധനമായ മുട്ട ഓംലെറ്റും കൂടെ വെച്ച് നമ്മൾ ചട്ടിച്ചോറ് ഫിനിഷ് ചെയ്യുകയാണ്. മുട്ട എവിടെ വെക്കും അമ്മേ? ഫുൾ ആയല്ലോ. ഇവിടെ ഫിഷിന്റെ അടുത്തോട്ട് ഇവിടോട്ടങ്ങ് വെച്ചാൽ അങ്ങനെ അങ്ങ് വെച്ചാൽ. നമ്മളെ വലിയ ചട്ടിയല്ലല്ലോ എടുത്തത്, മീഡിയം ചട്ടിയിലേ എടുത്തത്. അപ്പൊ ഇതാ നമ്മുടെ ചട്ടിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതാ കഴിക്കാൻ തോന്നൂല്ലേ? അതെ, എനിക്ക് വായിന് വെള്ളം വരുന്നത്. അപ്പൊ ഈ ചട്ടിച്ചോറ് ഇത് ഞങ്ങൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരും. അപ്പൊ സൺഡേ ഒക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇതുപോലെ തന്നെ എടുത്ത് നോക്കാം. നമുക്കിപ്പോ അന്നേരം തന്നെ വെച്ച കറികൾ ഞങ്ങൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇന്നലെ വെച്ച കറികളൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. മീന് എല്ലാ സാധനവും ചോറിനകത്ത് വെച്ച് ഓരോരോ കറികളായിട്ടേക്ക് പൊടി ചെയ്തു. കറികൾ ഒത്തിരി ഉണ്ടല്ലേ? അതെ, ഒത്തിരി കറികൾ. അയ്യോ, പട്ടിയിരിക്കുന്നു ഇവിടെ. അപ്പൊ അത് കഴിക്കാൻ പോന്നെ. ഞാൻ കഴിച്ചോണ്ടേ. എന്തെങ്കിലുമൊക്കെ രുചിയുണ്ടോ? അടിപൊളി. നമ്മൾ തന്നെ ഉണ്ടാക്കട്ടെ. നമ്മൾ തന്നെ അടിപൊളി. പക്ഷെ ശരിക്കും അടിപൊളി. അമ്മ കഴിച്ചോളൂ. കുഞ്ഞിന് സൂപ്പർ കേട്ടോ, അടിപൊളി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഷോർട്സ് എടുക്കാൻ വേണ്ടി കഴിച്ചില്ലേ? അയ്യോ, അതിനേക്കാളും നല്ല ടേസ്റ്റ്. അപ്പൊ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചട്ടിച്ചോറ് ഇവിടെ റെഡിയായി. ഞങ്ങൾ കഴിച്ചു നോക്കി, നല്ല സൂപ്പറായിരുന്നു. ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട് കൊള്ളാമെന്ന് പറഞ്ഞതല്ല. നമ്മളിപ്പോൾ വീട്ടിൽ ആരുണ്ടാക്കിയാലും ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് വലിയ ടേസ്റ്റ് ആയിട്ടുള്ള ആണെങ്കിലും അല്ലെങ്കിൽ അതിനകത്ത് ഈ ചോറിനകത്ത് ഈ കറികളെല്ലാം വെച്ച് കഴിക്കുമ്പോൾ തന്നെ വളരെ ടേസ്റ്റിയാണ്. നമ്മളെ വീട്ടിലെ കറികളല്ലേ? വീട്ടിലെ ഒരു പട്ടി വന്ന് നിൽക്കുന്നതിനാണ് അവൻ ബഹളം വെക്കുന്നത്. എന്തായാലും വീട്ടിൽ നമ്മൾ വെക്കുന്ന കറികൾ എന്തായാലും നല്ല വീട്ടിലെ കറികൾക്ക് ഒരു പ്രത്യേക രുചി കാണുമല്ലോ. അതെ, അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ? അമ്മേ, ഇത് അടച്ചു വെച്ചില്ലായിരുന്നല്ലേ? ഇതിനകത്തിരുന്ന മീൻ കാണുന്നില്ല. അടച്ചു വെച്ചിട്ട് അങ്ങോട്ട് നീങ്ങിയത്. കാക്ക അടപ്പ് തട്ടിക്കാണ് കേട്ടോ. അയ്യോ, ഇതിനകത്തിരുന്ന മീൻ കാണുന്നില്ല. ആകെ ആ മറ്റ് രണ്ടെണ്ണം മറ്റേതെടുത്തോണ്ട് വന്നേ ഉള്ളൂ. ഞാൻ വിചാരിച്ച അടച്ചു വെച്ചതിനകത്തിരുന്ന 2 മീൻ കാണുന്നില്ല. നീ കണ്ടായിരുന്നോ? എനിക്കൊന്നും നമ്മളാ ഇത് പറഞ്ഞോണ്ട് ഇവിടെ ഇരുന്നില്ലേ? അപ്പോഴും കണ്ടു പോയതാണ്. ഡോഗിന്റെ അല്ല, പ്രമേഹം. അത് പറഞ്ഞിട്ട് പോയതാണോ? അതും പറഞ്ഞില്ലേ?